ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മോക്ക് എക്സാം ആയിട്ടാണ്. അതായത് നമ്മളുടെ മാതൃഭൂമിയുടെ തൊഴിൽ വാർത്ത ഉണ്ടല്ലോ. അപ്പോൾ തൊഴിൽ വാർത്തയിൽ വന്ന അവരെന്താ ഇപ്പൊ കുറച്ചായിട്ട് കുറച്ചധികം മോക്ക് എക്സാംസ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു തൊഴിൽ വാർത്തയിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ കീയും അവരവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. എനിവേ നിങ്ങൾക്കറിയാം, നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് അത്രക്കും നിങ്ങൾക്ക് അവിടെ ബെനിഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ 80 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ആ ഒരു രീതിയിലാണ് അവർ അവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞ എത്ര 90 മിനിറ്റും 100 ക്വസ്റ്റ്യൻസും ആണ്. ഓക്കെ, നമുക്കവിടെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which law is used in calculating the electrical resistance of a complex network? Okay, complex network. Faraday's law, Kirchhoff's law, Biot-Savart law, Ohm's law. ഏറ്റവും ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. നമുക്ക് പെട്ടെന്ന് വരാം. നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ഓംസ് ലോയിലേക്ക് നമുക്ക് അവിടെ പോവാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? ഓംസ് ലോ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിപ്പോ ഒരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഐ ആണ്. അപ്പൊ റെസിസ്റ്റൻസ് ആർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വി എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഒരു എലമെന്റിനാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ കോംപ്ലക്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ ബെറ്റർ ചോയ്സ് എന്താ? കിർച്ചോഫ് ലോ ആണ്. ഓക്കെ, ഇവിടെ ബെറ്റർ ചോയ്സ് കിർച്ചോഫ് ലോ ആണ്. ഓക്കെ, നമ്മളിപ്പോ ഒരു എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം? ഓംസ് ലോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പക്ഷെ ഇവിടെ കോംപ്ലക്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റർ ചോയ്സ് ചെയ്യാ കിർച്ചോഫ് ലോ ആണ്, അല്ലെ? നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ കറക്റ്റ് മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓംസ് ലോ? വി ഈസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു ആർ. ഓക്കെ, വി ഈസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു ആർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ ഇൻ എ ലെഡ് ആസിഡ് ബാറ്ററി ഈസ്. സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഡെപ്പോസിഷൻ ഓഫ് ആക്റ്റീവ് മെറ്റീരിയൽ അറ്റ് ദി ബോട്ടം ഓഫ് ദി കണ്ടെയ്നർ. ഓക്കെ, deposition of the active material at the bottom of the container. Okay, അപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: 1 ഹോഴ്സ് പവർ ഈസ് ഈക്വൽ ടു 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ 1 HP എന്ന് പറഞ്ഞാൽ എത്ര വരിക? 746 വാട്ട്സ്. ഓപ്ഷൻ സി ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, why the tip of a soldering iron is typically made up of copper? എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ്സ് എ എക്സലന്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്, അല്ലെ? ഓപ്ഷൻ സി ആണ് ബെറ്റർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇതിലിപ്പോ ഹെവി മെറ്റൽ എന്ന് പറയുന്നത് അതൊന്നൊരു സോൾഡറിങ്ങിന്റെ ഒരു യൂസ്ഫുൾ പ്രോപ്പർട്ടി ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറയാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതേപോലെ പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്ന് പറയുമ്പോൾ, അപ്പൊ അങ്ങനെയാകുമ്പോൾ പുവർ കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അവിടുന്ന് ഹീറ്റ് ട്രാൻസ്ഫർ സ്ലോ ആയിരിക്കും. അപ്പൊ അതൊന്നും പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, പിന്നെ ഹൈ തെർമൽ എക്സ്പാൻഷന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇത് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഹൈ തെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബെറ്റർ ചോയ്സ് ഓപ്ഷൻ സി ആണ്. ആറാമത്തെ: ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് is best defined as. Electrical resistance പറഞ്ഞാൽ it is the opposition to the flow of electric current. It is opposition to the flow of electric current. The accumulation of shed active material at the bottom of a lead acid battery eventually causes internal short circuit ഉണ്ടാവില്ല, internal short circuit between the plates. Among the following, which material is not usually preferred as a flex for soldering applications? സോൾഡറിങ് അപ്ലിക്കേഷൻസിന്റെ കേസിൽ എന്ത് ചെയ്യാം? നമുക്ക് അവിടെ നോട്ട് യൂഷ്വലി പ്രിഫേർഡ് സിൽവർ ആയിരിക്കും. എന്തുകൊണ്ടാണ് സിൽവർ? ഇപ്പം ബൊറാക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലെക്സ് ആണ്, അല്ലെ? ബൊറാക്സ്. കാരണം വെച്ചാൽ നമുക്ക് അവിടെ ബ്രാസിങ് അതേപോലെ ഹാർഡ് സോൾഡറിങ് വർക്കിന്റെ ഒക്കെ കേസിൽ ബൊറാക്സ് യൂസ് ചെയ്യും. സിംക്ലോറൈഡോ അതൊരു ആക്റ്റീവ് സോൾഡറിങ് ഫ്ലെക്സ് ആണ് ഫോർ മെറ്റൽസിന്റെ കേസിൽ, അല്ലെ? പിന്നെ അമോണിയം ക്ലോറൈഡ് നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് സോൾഡറിങ് സർഫസ് ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ബെറ്റർ ചോയ്സ് ഓപ്ഷൻ ഡി ആണ്, സിൽവർ ആണ്. വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ത്രൂ ദി കണ്ടക്ടർ?
ഇസ് നത്തിങ് ബട്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഡയറക്റ്റ് ഡെഫിനേഷൻ ആണ് ചോദിച്ചേക്കുന്നത്. എ മെറ്റീരിയൽ ദാറ്റ് ഹാസ് സീറോ റെസിസ്റ്റൻസ് ഈസ് കോൾഡ്. സീറോ റെസിസ്റ്റൻസ് പറയുമ്പോൾ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് സൂപ്പർ കണ്ടക്ടർ എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും അല്ലെ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അതായത് നമുക്കവിടെ സൂപ്പർ കണ്ടക്ടറിന്റെ കേസിൽ സീറോ ഡി സി റെസിസ്റ്റൻസ് ആണ് ബിലോ ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ സൂപ്പർ കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് ഒരു സൂപ്പർ കണ്ടക്ടറിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വിച്ച് ഹാസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ബിക്കം എഫക്റ്റീവ്ലി സീറോ ബിലോ ദി ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. അതേപോലെ ഇൻസുലേറ്ററിന്റെ കേസ് ആണെങ്കിലോ ഹൈ റെസിസ്റ്റൻസ് ആണ്, സീറോ റെസിസ്റ്റൻസ് അല്ല. ഓക്കെ. അതേപോലെ കണ്ടക്ടറിന്റെ കേസിലാണെങ്കിലോ അവിടെ ഫൈനൈറ്റ് റെസിസ്റ്റൻസ് എന്തായാലും അവിടെ ഉണ്ടാവും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിന് എക്സാമ്പിൾ ഏതാ? ഗ്ലാസ് ആണ്. ഇപ്പം ബ്രാസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ അലോയ് ആണ്, അത് ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കോപ്പർ ആണെന്ന് പറഞ്ഞാൽ കോപ്പർ എന്ന് പറഞ്ഞാൽ എക്സലന്റ് കണ്ടക്ടറിന് എക്സാമ്പിൾ ആണ്. ഗോൾഡും അതെ, ഗോൾഡ് എന്ന ഒരു കണ്ടക്ടർ തന്നെയാണ്. ഗ്ലാസ് ആണ് ബെറ്റർ ചോയ്സ്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് വാട്ട്? വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് ആണ് അല്ലെ. വാട്ട് എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓംസ് ആണ്. അതേപോലെ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ജൂൾസിൽ പറയും, ഇലക്ട്രിക് എനർജി പറഞ്ഞാൽ നമുക്ക് അവിടെ KWH പറയാം. പിന്നെ മൊമെന്റം എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അതിനർത്ഥം വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ അപ്ലൈഡ് വോൾട്ടേജ് total voltage gained in a closed loop must be equal to the total voltage dropped. It is nothing but our KVL. Direct definition ആണ്. ഇതിൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവുക KVL which expresses conservation of. KVL expresses the conservation of energy ആണെന്നും KCL which expresses the conservation of charge. Okay. അടുത്ത് the network elements intersecting at a certain point or junction are referred to as. ഇതിൽ ഇപ്പൊ തന്നിരിക്കുന്നതിൽ ബെറ്റർ ചോയ്സ് ഏതാ? നോഡ്സ് ആണ് അല്ല. ബ്രാഞ്ചസ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, കാരണം വെച്ചാൽ രണ്ട് നോഡിന്റെ ഇടയിലുള്ളതാണ് ബ്രാഞ്ചസ് ആയിട്ട് വരുന്നുണ്ടാവുക. മെഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഒരു ക്ലോസ്ഡ് പാത്ത് ആണ് അല്ലെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ബൾബ് വിൽ ഹാവ് ദ ലീസ്റ്റ് റെസിസ്റ്റൻസ്? ലീസ്റ്റ് റെസിസ്റ്റൻസ് ആണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എല്ലാത്തിനും കോൺസ്റ്റന്റ് എന്താണ്? വോൾട്ടേജ് ആണ്. 220 വോൾട്ട് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്കറിയാം R ഈസ് നത്തിങ് ബട്ട് V²/P ആണ്. അപ്പൊ ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഹൈ പവർ ആയിരിക്കണം. അപ്പൊ ഇതിൽ ഹൈ പവർ ഏതാ? 100 വാട്ട്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഓവർ ചാർജിങ് എ ലെഡ് ആസിഡ് ബാറ്ററി മേ റിസൾട്ട് ഇൻ. ഓവർ ചാർജിങ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവിടെ എക്സസീവ് ഹീറ്റിംഗ് ഉണ്ടാവും, അത് കൂടാണ്ട് അവിടെ വാട്ടർ ലോസും ഉണ്ടാവും അല്ലെ. ഓപ്ഷൻ 16 ആണ്, സോറി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. 17 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി സോഴ്സ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സോഴ്സ് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്വിച്ച് ആണ്. സ്വിച്ച് എന്ന് പറയാൻ പറ്റില്ല, അതൊരു എന്താ പറയണ്ടേ, ഒരു സർക്യൂട്ടിനെ ഓപ്പൺ ആക്കണോ അല്ലെങ്കിൽ ക്ലോസ് ആക്കണോ എന്ന് നോക്കുന്ന ഒരു ഡിവൈസ് മാത്രമാണ്. സെൽ ഓർ ബാറ്ററി ആണ് ബെറ്റർ ചോയ്സ് ഉണ്ടായിട്ടുണ്ടാവുക അല്ലെ. വോൾട്ടിമീറ്റർ അല്ലെങ്കിൽ കണ്ടക്ടർ അല്ല. വോൾട്ടിമീറ്റർ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, സോറി ഒരു ഡിവൈസ് ആണ്. കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ അതവിടെ ഒരു പാത്ത്, കറന്റ് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. The parallel circuits are analyzed using. The parallel circuits are analyzed using. Parallel circuits. എനിക്ക് തോന്നുന്നത് KCL വെച്ചിട്ടല്ലേ. ഇതവിടെ നിൽക്കണേ, നോക്കിയിട്ട് പറയാം. സെൽസ് കണക്റ്റഡ് ഇൻ സീരീസ് ആർ മെയിൻലി യൂസ്ഡ് ടു. ഞാൻ സ്വാഭാവികമായിട്ടും അവിടെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ടു ഇൻക്രീസ് ദി വോൾട്ടേജ്. LT cables are generally used for operating the voltages up to. LT cables up to 1 kV അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് മീൻ ബൈ ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ? ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ടു കറന്റ് ഇൻസൈഡ് ദി സെല്ല്. ഓപ്ഷൻ ഡി ആണ് ബെറ്റർ ചോയ്സ്. ആൻ എക്സാമ്പിൾ ഓഫ് നോൺ ഓമിക് റെസിസ്റ്റൻസ്. നോൺ ഓമിക് റെസിസ്റ്റൻസിന് ഇപ്പൊ കോപ്പർ വയർ അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പോ കാർബൺ റെസിസ്റ്റർ ഒക്കെ ഓമിക് റെസിസ്റ്റൻസ് ആണ്. നോൺ
ഓമിക് റെസിസ്റ്റൻസ് പറയുമ്പോൾ അത് നമ്മൾ ഡയോഡ്. വാട്ട്സ് ദ ടേം യൂസ്ഡ് ഫോർ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്? നെഗറ്റീവ് ചാർജിലെ അയോൺസ് നമ്മൾ പറയുന്ന പേരാണ് ആനിയോൺസ്. ഇപ്പൊ കാറ്റയോൺസ് ആണെന്നുണ്ടെങ്കിലോ അതൊരു പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് അല്ലെ, പോസിറ്റീവ് ചാർജ് ഉള്ളതാണ്. അതേപോലെ ഈ കാറ്റയോൺസ് എന്ത് മൂവ് ടുവേർഡ്സ് ദി കാഥോഡ് ആണ്. ഓക്കെ. ഇപ്പൊ ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞു, ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ നോ നെറ്റ് ചാർജ് ആവാം. ഇപ്പൊ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ അതിനെന്താ ന്യൂട്രൽ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ചാർജഡ് ആവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഇലക്ട്രോലൈറ്റ്? ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ഏതാ? എ ലിക്വിഡ് ദാറ്റ് കണ്ടക്ട്സ് ദ ഇലക്ട്രിക് കറന്റ്, അതാണ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ. അതായത് എന്താ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു സൊല്യൂഷൻ ആണ് വിച്ച് കണ്ടക്ട്സ് ത്രൂ അയോൺസ്. When an electric current is passed through a copper sulfate solution, the copper sulfate dissociates into the which of the following ions? ഏതാ? കോപ്പറും സൾഫേറ്റും ആയിട്ടാണ് അല്ലെ, കോപ്പറും സൾഫേറ്റും ആയിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. വിച്ച് കമ്പണന്റ് ഡിഫറൻഷിയേറ്റ്സ് ആൻ ഓൺലൈൻ യു പി എസ് ഫ്രം ഓഫ്ലൈൻ യു പി എസ്? ഏതാ? സ്റ്റാറ്റിക് സ്വിച്ച് ആണ്. ഇപ്പൊ ഇൻവേർട്ടർ പറഞ്ഞു, ഇൻവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഓൺലൈൻ യു പി എസിനും ഓഫ്ലൈൻ യു പി എസിനും എന്താ അവിടെ ഇൻവേർട്ടർ ഉണ്ടാവാം. ഓക്കെ. അതേപോലെ റെഗുലേറ്റർ, റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കവിടെ പറയാൻ വേണ്ടി പറ്റില്ല. റെക്ടിഫയർ, റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റീരിയൽസ് വിൽ ടെമ്പറേച്ചർ കോഷൻ വിൽ ബി നെഗറ്റീവ്? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷൻ ഏതിനാ? ജർമേനിയത്തിനാണ് അല്ലെ. ഇപ്പൊ കോപ്പർ പറഞ്ഞു, കോപ്പർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു മെറ്റലാണ്. മെറ്റലിന്റെ കേസിൽ നമുക്ക് അവിടെ പ്യുവർ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷൻ ആയിരിക്കും ഉണ്ടാവുക. ടങ്സ്റ്റൺ, ടങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്, അതിനെന്താ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷൻ ആണ്. അലുമിനിയം എന്ന് പറഞ്ഞാലോ, അലുമിനിയം എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലാണ്, അപ്പൊ അതുകൊണ്ട് ഒരു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഷൻ ഒന്നും ഉണ്ടാവുക. ജർമേനിയത്തിന്റെ കേസിലാണ് അവിടെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഷൻ ഉണ്ടാവുക, അതൊരു സെമി കണ്ടക്ടർ ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കീ പ്രോപ്പർട്ടീസ് മസ്റ്റ് ഇൻ ഇതവിടെ നിൽക്കട്ടെ, ഇതിന്റെ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡിസേബിൾ പ്രോപ്പർട്ടി ഓഫ് എ ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ? ഗുഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കേസ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇപ്പൊ ലീസ്റ്റ് തെർമൽ എക്സ്പാൻഷൻ ഡിസൈറബിൾ പ്രോപ്പർട്ടി ആണ്. ഹൈ ഡയലക്ട്രിക് സ്ട്രെങ്ത് അതൊരു ഡിസൈറബിൾ പ്രോപ്പർട്ടി ആണ്. നോൺ യൂണിഫോം വിസ്കോസിറ്റി ആണോ? അല്ല. ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഡിസൈറബിൾ പ്രോപ്പർട്ടി ആണ്. ഓക്കെ. ഹൈ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ലീക്കേജ് കാരണം മിനിമൈസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. ഇപ്പൊ the SI unit of electric current is ampere. The permittivity is expressed in terms of permittivity നമ്മൾ എന്താ ഫാരഡ് പെർ മീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുക. ഫാരഡ് പെർ മീറ്റർ. The dielectric material must be, dielectric material എന്ന് പറയുന്നത് it should be an insulator ആയിരിക്കണം. ഓക്കെ. It should be an insulator. A gang capacitor is basically, gang capacitor എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രദ്ധിപ്പെട്ട വേരിയബിൾ കപ്പാസിറ്റർ ആണ് അല്ലെ. ഇപ്പം പേപ്പർ കപ്പാസിറ്റർ ഉണ്ട്, പേപ്പർ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് വാല്യൂ കപ്പാസിറ്റർ ആണ്. അതേപോലെ ഡിസ്ക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് സെറാമിക് ഡിസ്ക് ടൈപ്പ് ഉള്ള കപ്പാസിറ്റർ ആണ്. അതേപോലെ ഇപ്പം മൈക്ക കപ്പാസിറ്റർ ആണ്, മൈക്ക കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു സ്റ്റേബിൾ ഫിക്സ്ഡ് വാല്യൂ കപ്പാസിറ്റർ ആണ്. ഓക്കെ. an open switch has a resistance of, ഓപ്പൺ സ്വിച്ചിന്റെ കേസിൽ എന്താ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക, ഓപ്പൺ സർക്യൂട്ട് ആണ്. സീറോ റെസിസ്റ്റൻസ് എപ്പോഴാണ് ഉണ്ടാവുക? നമ്മളവിടെ ക്ലോസ്ഡ് സ്വിച്ച് ആണെന്നുണ്ടെങ്കിൽ. ദ വാല്യൂ ഓഫ് ഫോം ഫാക്ടർ ഈസ്, ഫോം ഫാക്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ സൈൻ വേവ് ആണെന്നില്ല കാര്യം നമുക്ക് അവിടെ എന്താ അസ്യൂം ചെയ്യാം. സൈൻ വേവിന്റെ കേസിൽ നമുക്ക് അവിടെ എന്താ 1.11 ആണ് വരുന്നുണ്ടാവുക. ദ ഫ്രീക്വൻസി ഓഫ് എ ഡി സി സപ്ലൈ ഈസ്, ഡി സി സപ്ലൈന്റെ ഫ്രീക്വൻസി പറയുന്നത് 0 ആണ്. ഇൻ ഇന്ത്യ ദ 230 വോൾട്ട് ഇലക്ട്രിസിറ്റി സപ്ലൈ റെപ്രസെന്റ്സ്, 230 വോൾട്ട് എന്ന് പറയുന്നത് RMS വാല്യൂ ആണ് അല്ലെ. 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ആണ്. ഓക്കെ. നോർമൽ വാല്യൂ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. an എക്സാമ്പിൾ ഓഫ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഫെറോമാഗ്നറ്റിക്കിന് എക്സാമ്പിൾ ഏതാ? നിക്കൽ ആണല്ലേ. നിക്കൽ. കോപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ഡയാമാഗ്നറ്റിക് ആണ്. അതേപോലെ സിൽവർ എന്ന് പറഞ്ഞാൽ അതൊരു ഡയാമാഗ്നറ്റിക് ആണ്.
അലുമിനിയം എന്ന് പറഞ്ഞാൽ വീക്കിലി നമുക്ക് ഒരു പാരാമാഗ്നറ്റിക് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ദ പെർമിയൻസ് ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ്. പെർമിയൻസ് എന്ന് പറയുന്നത് റിലക്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ. പെർമിയൻസ് എന്ന് പറയുന്നത് റിലക്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്. ഇപ്പം ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇലക്ട്രിക് കറന്റിന്റെ ഓപ്പോസിഷൻ ആണ്. ഇപ്പം ഇൻഡക്ടൻസ് പറഞ്ഞാലോ ഒരു സർക്യൂട്ടിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. എന്ത് പ്രോപ്പർട്ടിയാണത്? ഫ്ലക്സ് ലിങ്കേജിന്റെയും അതേപോലെ കറന്റിന്റെയും. ഓക്കെ. കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാല് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ ഓപ്പോസിറ്റ് ആണ്. ഡി സി മോട്ടോർ സ്റ്റാർട്ടേഴ്സ് ആർ യൂസ്ഡ്. സ്റ്റാർട്ടേഴ്സ് എന്തിനു യൂസ് ചെയ്യുന്നുണ്ടാവാം? ടു ലിമിറ്റ് ദി സ്റ്റാർട്ടിംഗ് കറന്റ് അല്ലെ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. എ ഷണ്ട് മോട്ടോർ ക്യാൻ ബി സ്റ്റാർട്ടർ വിത്ത്. ഷണ്ട് മോട്ടോർ ആണെങ്കിൽ അവിടെ 3 പോയിന്റ് സ്റ്റാർട്ടർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 3 പോയിന്റ് സ്റ്റാർട്ടർ. ഇപ്പം ഡി ഓയിലിന്റെ കാര്യം പറഞ്ഞു. ഡി ഓയിൽ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക? നമ്മൾ മെയിൻ ആയിട്ട് എ സി മോട്ടോഴ്സിന്റെ കേസിലാണ് അല്ല, ഇൻഡക്ഷൻ മോട്ടോഴ്സിന്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. അതേപോലെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറോ നമുക്കവിടെ സ്റ്റാർട്ടിംഗ് കറന്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് 3 ഫേസിന്റെ കേസിൽ നമുക്കവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. അതേപോലെ 2 പോയിന്റ് സ്റ്റാർട്ടറോ നമ്മൾ ഡി സി സീരീസ് മോട്ടറിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. ഓക്കെ. ദ നമ്പർ ഓഫ് പാരൽ പാത്തിന്റെ വേവ് വൈൻഡിങ് ഇസ്. വേവ് വൈൻഡിങ് ആണെങ്കിൽ പാരൽ പാത്ത് പറയുന്നത് 2 ആണ്. ലാപ്പ് വൈൻഡിങ് ആണെന്നുണ്ടെങ്കിലോ അവിടെ പാരൽ പാത്ത് എന്ന് പറയുന്നത് പി ആണ്. നമ്പർ ഓഫ് പോൾസ്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ഇന്റർപോൾസ് ആർ വൗണ്ട് വിത്ത്. ഇന്റർപോൾസ് നമ്മൾ എപ്പോഴും പറയും ഹെവി ഗേജ് കോപ്പർ വയർ കൊണ്ടാണ് നമ്മൾ എന്താ വൗണ്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. തിൻ വയേഴ്സ് നമ്മൾ അവിടെ എന്താ വൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം വെച്ചാൽ അതൊരു എന്താ പറയുക ഫുൾ ആർമേച്ചർ കറണ്ട് എന്താ ക്യാരി ചെയ്യാൻ വേണ്ടി മാത്രം സേഫ് അല്ല. ഓക്കെ. പി വി സി എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ ആണ്, ഒരു എന്താ പറയുക ബൈൻഡിങ് കണ്ടക്ടർ അല്ല. ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ദ റോട്ടർ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ റൺസ് അറ്റ്. ഇൻഡക്ഷൻ മോട്ടോർ എന്തായിരിക്കും? ബിലോ ദ സിങ്ക്രണസ് സ്പീഡിലായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക അല്ല. ദ നമ്പർ ഓഫ് സ്ലിപ്പ് റിംഗ്സ് ഇൻ എ സ്ക്വിറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ്. സ്ക്വിറൽ ഗേജിന്റെ കേസിൽ എന്താ സ്ലിപ്പ് റിംഗ്സ് ഉണ്ടോ? ഇല്ല, നിൽ. സ്ക്വിറൽ ഗേജിന്റെ കേസിൽ നിൽ. സ്കിൻ എഫക്ട് ഈസ് ഫൗണ്ട് ഓൺ. സ്കിൻ എഫക്ട് എവിടെയാ? എ സി ട്രാൻസ്മിഷൻ ആണ് ഉണ്ടാവുക. വിച്ച് പവർ സ്റ്റേഷൻ കോസസ് ലീസ്റ്റ് പൊല്യൂഷൻ. ലീസ്റ്റ് പൊല്യൂഷൻ എവിടെയാ? നമ്മൾ സ്വന്തം ഹൈഡ്രോ ഇലക്ട്രിക്. ഹൈഡ്രോ ഇലക്ട്രിക് കേട്ടോ. ഓക്കെ, ഹൈഡ്രോളിക് എന്നല്ല ഹൈഡ്രോ ഇലക്ട്രിക്, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഹൈഡ്രോ ഇലക്ട്രിക്. ടൈപ്പ് ഓഫ് പവർ സ്റ്റേഷൻ ആയിട്ട് താരാപൂർ ആണ്. താരാപൂർ എന്ന് പറയുമ്പോൾ അതങ്ങനെ ഞാൻ ചോദിക്കില്ല, അത് അവരങ്ങനെ ഇട്ട്. ഓക്കെ, ന്യൂക്ലിയർ ആണ്. മുന്നേ ചോദിച്ചിട്ടുണ്ടെന്നൊരു ഡൗട്ട് ഉണ്ടല്ലേ. ഓക്കെ, ഇനി അത് നിങ്ങൾ പഠിച്ചു വെക്കാം. അറ്റ് ദ ഡെഡ് എൻഡ് ഓഫ് 11 kV ലൈൻ ദ ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് യൂസ്ഡ് ആർ. ഡെഡ് എൻഡിലാകുമ്പോൾ നമ്മൾ ഷാക്കിൾ ടൈപ്പ് അല്ലേ യൂസ് ചെയ്യാം. ഡെഡ് എൻഡിൽ നമ്മൾ ഷാക്കിൾ അല്ലേ യൂസ് ചെയ്യാം. ഓക്കെ. ഇതൊന്ന് ഞാൻ ചെക്ക് ചെയ്യട്ടെ, എന്റെ ഷാക്കിൾ ആണെന്ന് തന്നെ ഉണ്ടോ. ഓക്കെ. ക്രീപ്പിംഗ് അറേസ് ആർ ഫൗണ്ടിങ്. ക്രീപ്പിംഗ് അറേസ് അല്ല എനർജി മീറ്ററിലാണ് ഉണ്ടാവുക അല്ല. ക്രീപ്പിംഗ് അറേസ്. ദ ഫിലമെന്റ് ഓഫ് എ ഇലക്ട്രിക് ലാമ്പ് ഹാസ്. എന്തായിരിക്കണം? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം, അതേപോലെ ഹൈ റെസിസ്റ്റൻസും ആയിരിക്കണം അല്ലെ. ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് എൻ ആക്റ്റീവ് ഡിവൈസസ്. ഇതിലിപ്പം ആക്റ്റീവ് എന്ന് പറയാൻ വേണ്ടിട്ട് ഏതാണ്? SCR പറയാൻ വേണ്ടി പറ്റും. വിച്ച് സെമി കണ്ടക്ടർ ഡിവൈസ് ആക്ട്സ് ലൈക്ക് എ ഡയോഡ് ആൻഡ് 2 റെസിസ്റ്റേഴ്സ്. നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ UJT പറയാം അല്ലെ. ഓക്കെ. മൂവിംഗ് പാർട്ട് ഓഫ് ഇൻസ്ട്രുമെന്റ് ആർ സപ്പോർട്ടഡ് ഇൻ. എന്ത് ബിയറിംഗ്? ജുവൽഡ് ബിയറിംഗിലാണല്ലേ. LED produces light when forward bias. Which of the following motor is used in vacuum cleaner? Vacuum cleaner ഏത് മോട്ടോർ യൂസ് ചെയ്യുന്നുണ്ടാവുക? യൂണിവേഴ്സൽ മോട്ടോഴ്സ് അല്ലേ. Tap changing in a tap changing transformers, taps are usually provided on HV വൈൻഡിങ്ങിലാണ്. കാരണം വെച്ചാൽ 230 to 0/230 എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ടാവും. ഓക്കെ.
ഹൗ മെനി മാഗ്നറ്റിക് പാസ് ആർ ദർ ഇൻ എ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ? കോർ ടൈപ്പിന്റെ കേസിൽ ഒരു മാഗ്നറ്റിക് പാത്ത് അല്ലേ. For conducting open circuit test of transformer, primary is applied at primary rated voltage rated voltage. The standard value of secondary current of a current transformer. ഇങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അവിടെ നിൽക്കട്ടെ കേട്ടോ. For high voltage applications, the insulators used is high voltage നമ്മളവിടെ ഇല്ല, സസ്പെൻഷൻ ടൈപ്പ് അല്ലേ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. If a DC motor is connected across AC supply, it will എന്ത് ചെയ്യും? ബേൺ ആവില്ല. ബേൺ ഡ്യൂ ടു ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫീൽഡ് വൈൻഡിംഗ് ബൈ എഡ്ഡി കറൻസ്. The ripple factor of a full wave rectifier without filter will be. നിങ്ങൾ ആ വാല്യൂസ് ഒന്ന് ബൈ ഹാർട്ട് പഠിക്കാട്ടോന്ന്. എനിക്ക് തോന്നുന്നു ഫുൾ വേവിന്റെ കേസിൽ 0.48ഉം അതേപോലെ ഹാഫ് വേവിന്റെ കേസിൽ 1.21 ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടോ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് എൽ ടി പോൾസ്? എൽ ടി പോൾസിന്റെ ഹൈറ്റ് എത്ര വരിക? 8 മീറ്റേഴ്സ് ആണോ പറയാ? ദ പവർ ഡിസിപ്പേഷൻ ഓഫ് എ പ്യുവർ ഇൻഡക്ടർ ഈസ്. പവർ ഡിസിപ്പേഷൻ ഇൻഡക്ടറിന്റെ കേസിൽ ഉണ്ടോ? ഇല്ല, സീറോ നമുക്ക് അവിടെ പറയാം. When main supply fails, the alternate supply is obtained immediately and automatically by UPS. The main application of an arc lamp is arc lamp നമ്മളെവിടെയാ? പ്രൊജക്ടർ അല്ലെ, സിനിമ പ്രൊജക്ടറിലാണ് ആർക്ക് ലാമ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ക്ലിയർ അല്ലേ? The scale found in moving iron voltmeter normally will be എന്തായിരിക്കണം? ക്രൗഡഡ് പറഞ്ഞുകൊണ്ട് ക്രൗഡഡ് അറ്റ് ദി ബിഗിനിങ് ആണ്. ഓക്കെ, ക്രൗഡഡ് അറ്റ് ദി ബിഗിനിങ് ആണ്. യൂണിഫോം ഗ്രാജുവേറ്റഡ് സ്കെയിൽ എവിടെയുള്ള PMMC ഇൻസ്ട്രുമെന്റ്സിനൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ. A relay performs the function of ഫോൾട്ട് ഡിറ്റക്ഷൻ അല്ലേ. യൂണിറ്റ് ഓഫ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്താ? ഓം അല്ലേ. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണെങ്കിലോ അതും ഓം. എക്സ്ട്രാ ഹൈ ടെൻഷൻ കേബിൾ ഈസ് റേറ്റഡ് ഇൻ എത്ര? 33 to 66 അല്ലേ. ഓക്കെ. ABC കേബിൾ സ്റ്റാൻഡ്സ് ഫോർ. ABC കേബിൾ എന്ന് പറഞ്ഞാൽ ഏരിയൽ ബണ്ടിൽഡ് കേബിൾ അല്ലേ. ഓപ്ഷൻ സി അല്ലേ. The information to the circuit breaker under the fault condition is provided by relay അല്ലേ. CFL stands for from the compact fluorescent lamp. Option B. For a full wave rectifier, the ripple frequency is full wave rectifier ripple frequency twice the supply frequency. 2FIN എന്ന രീതിയിലായിരിക്കും പറയുന്നത്. Twice the supply frequency. The forward resistance of a diode is forward resistance diode is small ആണ്. The construction of a synchronous motor resembles to synchronous motor alternator. Synchronous generator ആയിട്ടാണ് കൺസ്ട്രക്ഷൻ സെയിം ആയിട്ട് ഉണ്ടാവുക അല്ലെ. The revolving field in a shaded pole single phase motor is produced by shading coils അല്ലെ. Produced by shading coils. The construction of a synchronous motor resembles ഓൾറെഡി അന്ന് ഇതാണ്, പക്ഷെ അവിടെ എന്താ സിംഗ്നസ് ജനറേറ്റർ അല്ലെങ്കിൽ ആൾട്ടർനേറ്റർ ഇല്ല. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. In Fleming's right hand rule, the thumb point towards Fleming's right hand rule ആകുമ്പോൾ ജനറേറ്റർ ആണ്. ജനറേറ്റർ ആകുമ്പോൾ നമുക്ക് അവിടെ എന്താ പറയാൻ വേണ്ടി പറ്റും? ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി കണ്ടക്ടർ അല്ല. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇവിടെ 80 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മളവിടെ 80 ക്വസ്റ്റ്യൻസ് നമ്മളവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.